ഭക്ഷ്യമന്ത്രി GR അനിൽ ഇപ്പോൾ റിപ്പോർട്ടറിനൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, ഈ ഓരോ ദിവസം കഴിയും തോറും ഈ പാചകവാതക പ്രതിസന്ധി ഇങ്ങനെ കൂടി വരികയാണ്. എന്താണ് നിലവിലെ സംസ്ഥാനത്തെ ഒരു സാഹചര്യം? മാധ്യമങ്ങൾ പറയുന്നത് പോലെ രാജ്യത്ത് പാചകവാതകത്തിൻ്റെ ഷോർട്ടേജുമായി ബന്ധപ്പെട്ട് നിയന്ത്രണങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കേരളത്തിലാണെങ്കിൽ ഗാർഹിക ഉപയോഗത്തെ പോലെ തന്നെ പ്രാധാന്യമേറിയതാണ് വ്യാവസായിക ഉപയോഗം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എല്ലാ സമസ്ത മേഖലയെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധി ബാധിക്കുന്ന ഒരവസ്ഥയിലുള്ള ഒരു സ്റ്റേറ്റാണ്. അത് പരിഗണിച്ചുകൊണ്ടാണ് ഈ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താൻ കഴിയുന്ന അവസ്ഥയിൽ പാചകവാതകത്തിന് പുറത്ത് മറ്റ് വിഭാഗങ്ങളുടെ അലോട്ട്മെന്റ് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഇന്നലെ കൂടിയ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ തീരുമാനിച്ചത്. അതനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിനോട് ഞങ്ങൾ കൂടുതൽ അലോട്ട്മെന്റിനെ സംബന്ധിച്ച് ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ 20% ഇപ്പോൾ നിലവിലുള്ളത്. അത് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽ അടിയന്തരമായിട്ട് കൊണ്ടുവരാൻ ഇന്നലെ തീരുമാനിച്ചു. ഈ സംസ്ഥാന തലത്തിൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചല്ലോ, അപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ എത്തരത്തിലായിരിക്കും? അതെ, അലോട്ട്മെന്റ് എത്രത്തോളം പ്രയാസങ്ങൾ ഒഴിവാക്കി നമുക്ക് വിതരണം ചെയ്യാൻ കഴിയുമെന്നാണ് ഇന്നലത്തെ യോഗത്തിന്റെ ചർച്ച. അതിൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഒരു ആശങ്കയും വേണ്ടെന്നാണ് കമ്പനികളെല്ലാം ഒരുപോലെ, പൊതുമേഖലാ കമ്പനികളെല്ലാം ഒരുപോലെ പറഞ്ഞത്. അവർക്ക് സുരക്ഷിതമായി ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൊടുക്കാൻ കഴിയും. എന്നാൽ ഈ സംഭവത്തോടൊപ്പം ഇതിനോടനുബന്ധിച്ച് വല്ലാത്ത തിരക്ക്, അതിന്റെ ഫലമായി ഇപ്പം 90,000 കപ്പാസിറ്റിയുള്ള ഒരു കമ്പനിക്ക് 2 ലക്ഷത്തിലധികം ആളുകൾ ഉപഭോക്താക്കളുടെ ഡിമാൻഡുമായി വരുമ്പോൾ അത് ഉണ്ടാക്കിയ ചില പ്രതിസന്ധികളുണ്ട്. അത് സെർവറിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് ബുക്കിംഗ് സംബന്ധമായി ഇന്നു മുതൽ പ്രശ്നങ്ങൾ പൂർണ്ണമായും ഒഴിവാകുമെന്നാണ് അവരറിയിച്ചിട്ടുള്ളത്. എന്നാൽ അതിനോടൊപ്പം തന്നെ ഗാർഹികേതര സിലിണ്ടറുകളെ സംബന്ധിച്ച് ഒരു മുൻഗണന ക്രമീകരണം വരുത്തി സംസ്ഥാന സർക്കാർ നൽകിയാൽ അതിനനുസരിച്ച് അവർ വിതരണം ചെയ്യാൻ കഴിയുമെന്നുള്ള മറുപടിയാണ് എല്ലാ കമ്പനികളും ഞങ്ങളോടൊപ്പം പങ്കുവച്ചത്. ഈ കരിഞ്ചന്ത പൂഴ്ത്തിവയ്പ്, ഇതിനൊക്കെ നേരത്തെ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം കാര്യക്ഷമമാക്കിയിരുന്നു. അപ്പോൾ അത്തരത്തിൽ നടക്കുന്നുണ്ടോ കരിഞ്ചന്ത സംസ്ഥാനത്ത്? കളക്ടറുടെ നേതൃത്വത്തിൽ ഓരോ ജില്ലയിലെയും ജില്ലാ സപ്ലൈ ഓഫീസർ, താലൂക്ക് സപ്ലൈ ഓഫീസറുടെ സ്ക്വാഡുകൾ ഫലപ്രദമായി നടക്കുകയാണ്. ഇന്നലെ 76 കേന്ദ്രങ്ങളിൽ അവർ റെയ്ഡ് നടത്തുകയുണ്ടായി. അപ്പോൾ ആ പ്രവർത്തനം ശക്തമായി തന്നെ മുന്നോട്ട് പോകും. ഇത്തരം സാഹചര്യത്തിൽ കരിഞ്ചന്ത പൂഴ്ത്തിവയ്പ് സ്വാഭാവികമായും ഉണ്ടാകാനുള്ള സാധ്യതയാണ്. അത് നമുക്ക് നിയന്ത്രിക്കാനും അത് കർശനമായി നേരിടാനുള്ള നടപടിയിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ ഗാർഹികേതര ഉപഭോക്താക്കളെ സംബന്ധിച്ച് നമുക്കറിയാം, സ്കൂളുകൾ, പരീക്ഷ നടക്കുന്ന സമയമാണ്. സ്കൂളുകൾ, കോളേജുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ ആശുപത്രികൾ, വിവിധ സ്വകാര്യ ആശുപത്രികളടക്കം, IT കേന്ദ്രങ്ങൾ, ശ്മശാനം അടക്കമുള്ള കേന്ദ്രങ്ങളുടെ ഉപയോഗത്തിനനുസൃതമായിട്ടുള്ള ഒരു മുൻഗണനാ ലിസ്റ്റ് തയ്യാറാക്കി കമ്പനികൾക്ക് നൽകാൻ കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവർ വിതരണം ചെയ്യാം. ഇന്നത്തെ പ്രതിസന്ധി കുറച്ച് ക്രമീകരിക്കാനുള്ള നടപടിയിലേക്ക് പോകാമെന്നാണ് ഇന്നലത്തെ യോഗത്തിന്റെ തീരുമാനം. ഇന്നലത്തെ യോഗത്തിൽ ഈ മണ്ണെണ്ണ ലഭ്യത കൂട്ടാൻ പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ അത് ഏത് തരത്തിലായിരിക്കും? അതെ, നമുക്ക് കോസ്റ്റൽ ഏരിയ അടക്കമുള്ള പ്രദേശങ്ങളിൽ മണ്ണെണ്ണയുടെ ഉപയോഗം, മണ്ണെണ്ണ സ്റ്റൗ ഉപയോഗിക്കുന്ന ആളുകൾ ഇപ്പോഴുമുണ്ട്. അതുപോലെ മലയോര മേഖലയിലും. അപ്പോൾ അതിനനുസരിച്ച് മണ്ണെണ്ണയുടെ ഉപയോഗം ഇത്തരം ഘട്ടത്തിൽ കൂടുതൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ കൂടുതൽ അലോട്ട്മെന്റ് അത് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടാനും അത് ഇപ്പോൾ ലഭ്യമാകാൻ കഴിയുന്നതും നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കിനും അനുസരിച്ച് മണ്ണെണ്ണ കൂടുതൽ എല്ലാ റേഷൻ കാർഡുകാർക്കും കൊടുക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞു. അതനുസരിച്ച് ഇന്ന് തന്നെ മണ്ണെണ്ണ കൂടുതൽ ആളുകൾക്ക് ലഭ്യമാക്കിക്കൊണ്ട് നമുക്ക് ഇത്തരം ഒരു പ്രതിസന്ധിയിൽ ഒരു പരിധിവരെ തടയാൻ കഴിയുന്ന തരത്തിലുള്ള വിവിധ മാർഗങ്ങളിലേക്ക് പോകാനാണ് ഗവൺമെന്റ് വിവിധ വകുപ്പുകളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്.